കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവീക്ഷേത്രം. സ്ത്രീകളുടെ ശബരിമല എന്നും ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നു. ഇവിടുത്തെ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന പൊങ്കാലയായതുകൊണ്ട് തന്നെ ഈ പൊങ്കാല മഹോത്സവം ഗിന്നസ് ബുക്കിലും ഇടം പിടിച്ചു. ഇവിടെ ദേവിയെ കണ്ണകിയായും ഭദ്രകാളിയായും ആരാധിച്ചു പോരുന്നു. ചിലപ്പതികാരം എന്ന തമിഴ് കാവ്യത്തിലാണ് ഈ കണ്ണകിയുടെ കഥയുള്ളത്. കാവേരി പട്ടണത്തിലെ ധനികനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം ചെയ്തു സന്തോഷത്തോടെ ജീവിച്ചു വരികയായിരുന്നു. എന്നാൽ മാധവി എന്ന നർത്തകിയെ കോവലൻ കാണാൻ ഇടവരികയും അവരുമായി പ്രണയത്തിലാവുകയും ചെയ്തു. തൻ്റെ സ്വത്തെല്ലാം മാധവിക്ക് വേണ്ടി ചിലവാക്കി സമ്പത്തെല്ലാം തീർന്നപ്പോൾ ദരിദ്രനായ കോവലനെ മാധവി ഉപേക്ഷിച്ചു. സ്വന്തം തെറ്റു മനസ്സിലാക്കി കോവലൻ പതിവ്രതയായ കണ്ണകിയെ തേടിച്ചെന്നു. കോവലനെ സ്വന്തം പ്രാണനേക്കാൾ സ്നേഹിച്ച കണ്ണകി കോവലനെ സ്വീകരിച്ചു. അവർ വീണ്ടും സന്തോഷത്തോടെ ജീവിച്ചു വന്നു. എന്നാൽ സ്വത്ത് എല്ലാം നഷ്ടപ്പെട്ട കോവലൻ ഇനി ഉള്ള ജീവിതം മുന്നോട്ട് എങ്ങനെ നയിക്കുമെന്ന് വിഷമിച്ചപ്പോൾ കണ്ണകി തൻ്റെ പൊൻചിലങ്ക കോവലന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് വിറ്റു കിട്ടുന്ന പണം കൊണ്ട് വ്യാപാരം തുടങ്ങാം. വ്യാപാരം തുടങ്ങാൻ കോവലനും കണ്ണകിയും മധുര പട്ടണത്തിലേക്ക് പോയി. ആ കാലത്ത് മധുര ഭരിച്ചത് പാണ്ഡ്യരാജാവായ നെടുച്ചേലിയൻ ആയിരുന്നു. ആ സമയത്താണ് രാജ്ഞിയുടെ പൊൻചിലങ്ക മോഷണം പോയത്. കണ്ണകിയുടെയും രാജ്ഞിയുടെയും ചിലങ്ക കാഴ്ചയിൽ ഒരുപോലെ ആയതുകൊണ്ട് ചിലങ്ക വിൽക്കാൻ ചെന്ന കോവലനെ പിടികൂടുകയും കോവലന് വധശിക്ഷ നൽകുകയും ചെയ്തു. കോവലൻ്റെ മരണവാർത്ത അറിഞ്ഞ് രാജസന്നിധിയിൽ എത്തിയ കണ്ണകി തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി രാജാവിനോട് തർക്കിക്കുകയും കയ്യിലുണ്ടായിരുന്ന മറ്റേ ചിലങ്ക നിലത്തെറിയുകയും ചെയ്തു. ചിലങ്ക പൊട്ടി അതിൽ നിന്നും വിലമതിപ്പുള്ള പവിഴങ്ങൾ ചിതറി. രാജ്ഞിയുടെ ചിലങ്ക എറിഞ്ഞപ്പോൾ അതിൽ നിന്നും മുത്തുകളും. ഇത് കണ്ട് തങ്ങളുടെ തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപത്താൽ നീറി മരിച്ചു. കോപത്താൽ കണ്ണകി മധുര നഗരം കത്തിയെരിയട്ടെ എന്ന് ശപിച്ചു. മധുര നഗരം കത്തി നശിക്കാൻ തുടങ്ങി. മധുരയുടെ ദേവതയായ മധുര മീനാക്ഷി ദേവി കണ്ണകിയോട് ശാപം തിരിച്ചെടുക്കാൻ അപേക്ഷിച്ചു. കണ്ണകി ശാപമോക്ഷം നൽകുകയും ചെയ്തു. ദേവി കണ്ണകിക്ക് മോക്ഷം നൽകി. മോക്ഷം ലഭിച്ച കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ഒരു ബാലികയുടെ രൂപം ധരിച്ച് കിള്ളിയാറിൻ്റെ സമീപത്ത് നിന്നു. ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട്. അവിടുത്തെ ഒരു കാർണവർ കിള്ളിയാറിൽ കുളിക്കാൻ വന്നു. ആ കാർണവരോട് തന്നെ ആറ്റിൻ്റെ മറുവശത്തേക്ക് എത്തിക്കാമോ എന്ന് ചോദിച്ചു. അദ്ദേഹം ബാലികയെ മറുകര എത്തിച്ചു. എന്നാൽ പെട്ടെന്ന് അപ്രത്യക്ഷയായി. അന്ന് രാത്രി ദേവീ ഭക്തനായ കാർണവർക്ക് ദേവി സ്വപ്നദർശനം നൽകി. താനാണ് ബാലികയായി വന്നത് എന്ന്. അവിടെയുള്ള കാവിൻ്റെ അടുത്തായി 3 വരകൾ ഉണ്ടാകുമെന്നും അവിടെ തനിക്ക് ക്ഷേത്രം പണിയണമെന്നും പറഞ്ഞു. പിറ്റേന്ന് പുലർച്ചെ കാർണവർ അവിടെ പോയി നോക്കിയപ്പോൾ 3 വരകൾ കാണുകയും ക്ഷേത്രം പണിയുകയും ചെയ്തു. ഇതാണ് ഇന്ന് കാണുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൻ്റെ ആദ്യ ദിവസം കണ്ണകിയുടെ കഥ തോറ്റം പാട്ടായി അവതരിപ്പിച്ചു പോകുന്നു.